ഓം ശാന്തി. ഒരുപാട് കുട്ടികളായി എന്നോട് ചോദിക്കുന്നു, ഞാൻ ഇങ്ങനെ ഒരു പരീക്ഷ എഴുതാൻ പോകണം. പലർക്കും പല പരീക്ഷകളാണ്. ജോലിക്ക് വേണ്ടിയുള്ളതായിരിക്കുന്ന എൻ്റെ അവസാനത്തെ ചാൻസാണ്, അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെ ഒരു അത്യാവശ്യ സപ്പോർട്ട് വേണം, എനിക്ക് പരീക്ഷ വരികയാണ്. അത്തരത്തിൽ നിരവധി ഉദ്യോഗാർത്ഥികൾ അവരുടെ ഒരു PSC പാസ്സാവാനും ജീവിതത്തിലെ സ്വപ്നം കാണാനും വേണ്ടി കാത്തിരിക്കുന്നുണ്ട്. ഇന്ന് അവർക്ക് വേണ്ടി ഞാൻ ചെയ്യുന്നതായിട്ടുള്ള ഒരു പ്രത്യേക പ്രോഗ്രാമാണ് എൻ്റെ അനിയന്മാരും അനിയത്തിമാരും അഥവാ പ്രമോഷന് വേണ്ടി പരീക്ഷ എഴുതുന്നവർ, അങ്ങനെ എല്ലാ സഹോദരങ്ങൾക്കും സഹായമാവട്ടെ എന്ന് കരുതിക്കൊണ്ട് ചെയ്യുന്ന ഒരു പരിപാടിയാണ് ഇന്ന്. ഒന്നാമത്തെ കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. നമ്മളൊരു പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുമ്പോൾ ആദ്യം നമ്മുടെ ഉള്ളിൽ ഞാനത് നേടിയിരിക്കും എന്നതായിരിക്കുന്ന ഉറച്ച വിശ്വാസം, അവനവനിൽ നമുക്കുള്ളതായിരിക്കുന്ന വിശ്വാസമാണ് ആദ്യം ആവശ്യം. ആ വിശ്വാസം ഉണ്ടെങ്കിൽ തന്നെ പഠിക്കാനിരിക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സിലെ സ്ട്രെസ്സ് കുറവായിരിക്കും, ടെൻഷൻ കുറവായിരിക്കും. അതുകൊണ്ട് പഠിക്കുന്ന കാര്യത്തിനെ പ്രോപ്പറായിട്ടുള്ള രീതിയിൽ ഓർമ്മിച്ച് വെക്കാനായിട്ട് നമ്മളെ സഹായിക്കാൻ ഭയം ഇല്ലാതാക്കേണ്ടത് അത്യാവശ്യമാണ്. രണ്ടാമതൊരു പ്രിപ്പറേഷൻ വേണ്ടത് മെഡിറ്റേഷൻ. നിങ്ങൾക്ക് ഓർമ്മശക്തി കൂട്ടാൻ, ഏകാഗ്രത കൂട്ടാനൊക്കെ വളരെ അത്യാവശ്യമായിരിക്കുന്ന ഒരു സാധനമാണ് മെഡിറ്റേഷൻ. പ്രത്യേകിച്ച് ജീവിതത്തിൽ എനിക്ക് ഇങ്ങനെ ഒരു ലക്ഷ്യം നേടണം എന്നാഗ്രഹിച്ച് മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ പല രീതിയിലും പല സാഹചര്യങ്ങളിലും നമുക്ക് അതിജീവിക്കേണ്ടതായിട്ട് വരും. അതൊന്നും നമ്മളെ ബാധിക്കാതിരിക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ മനസ്സ് വളരെ സ്ട്രോങ് ആയിരിക്കണം. മനസ്സിനെ സ്ട്രോങ് ആക്കാൻ വേണ്ടി, ശക്തിശാലിയാക്കാൻ വേണ്ടി, പവർഫുള്ളാക്കാൻ വേണ്ടി ദിവസവും മിനിമം ഹാഫ് ആൻ അവറെങ്കിലും മെഡിറ്റേഷന് വേണ്ടി ഉപയോഗിക്കുക എന്നുള്ളത് ഏറ്റവും അത്യാവശ്യമാണ്. ഒട്ടും സമയമില്ല എന്ന് പലരും എന്നോട് ഈ കാര്യം പറയുമ്പോൾ പറയാറുണ്ട്. പക്ഷേ ഒരു കാര്യം എനിക്കറിയാം, ഒട്ടും സമയമില്ലെങ്കിൽ രാവിലെ ഉറങ്ങുന്ന ഉറക്കത്തിന് ഒരു 15-20 മിനിറ്റ് കുറച്ച് എഴുന്നേറ്റ് റെഡിയായിട്ട് മെഡിറ്റേഷൻ ചെയ്താലും ആ മെഡിറ്റേഷൻ നിങ്ങളെ ഇരട്ടി സമയമുള്ള ആളാക്കി മാറ്റും. കാരണം നമ്മുടെ ടെൻഷൻ കൂടുമ്പോൾ നമ്മൾ കാര്യങ്ങൾ ചെയ്യണം ായിട്ടുള്ള സമയം ഇരട്ടി വേണ്ടി വരും. നമ്മൾ ക്ഷീണിക്കും, ശരീരവും മനസ്സും ഒരുപോലെ ക്ഷീണിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് പഠിക്കാനിരിക്കുമ്പോൾ ക്ഷീണം കാരണം പഠിക്കാൻ പറ്റില്ല, സമയത്ത് ഉപയോഗിക്കാനാവില്ല. അങ്ങനെ പല രീതിയിലുള്ളതായിരിക്കുന്ന ഹഡിൽസും വന്നേക്കും. അപ്പം അതുകൊണ്ട് അതിനൊക്കെ അതിജീവിക്കാനായിട്ട് നമുക്ക് ശക്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് മെഡിറ്റേഷൻ. ആഹാരം കഴിക്കാൻ സമയമില്ല എന്ന് പറയുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരിക്കലും നന്നായിട്ട് ജോലി ചെയ്ത് ജീവിക്കാനാവില്ല. അതുപോലെ തന്നെ നമ്മുടെ മനസ്സിന് വേണ്ട ആഹാരമാണ്, ഊർജ്ജമാണ് ധ്യാനത്തിലൂടെ നേടിയെടുക്കുന്നത്. അതുകൊണ്ട് ധ്യാനിക്കാൻ എനിക്ക് സമയം കണ്ടെത്താനാവില്ല എന്ന് പറയുന്നവരെ സംബന്ധിച്ചിടത്തോളം അധികം താമസിക്കാതെ അവരുടെ മനസ്സ് വീക്കായി പോകുന്നത് കൊണ്ടുള്ള പ്രയാസങ്ങൾ അവർ അനുഭവിക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് ഒന്നാമത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ കുറച്ച് സമയം നമ്മുടെ മഴുമൂർച്ച വെപ്പിക്കാൻ വേണ്ടി കണ്ടെത്തിയേ തീരൂ. അതുകൊണ്ട് നല്ല ആഹാരം കഴിക്കാനും, നല്ല ആഹാരം കഴിക്കാൻ ചിലർത്ഥം നന്നായിട്ട് പ്രോട്ടീൻ സഹായാവുന്ന, ബ്രെയിനിനെ സഹായിക്കുന്ന രീതിയിലുള്ളതായിരിക്കുന്ന ഫുഡുകൾ, വിദ്യാർത്ഥികളായിട്ടുള്ളവർ നമ്മുടെ ബ്രെയിനിന് സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ളതായിട്ടുള്ള ഫുഡ് കഴിക്കാൻ വേണ്ടി ശ്രമിക്കണം. ഏത് രീതിയിലാണെങ്കിലും ബ്രെയിനിന് കൂടുതൽ വർക്ക് വേണ്ടവർക്കൊക്കെ നമ്മുടെ ബ്രെയിനിനെ എൻറിച്ച് ചെയ്യുന്ന രീതിയിൽ ഓട്സ് അല്ലെങ്കിൽ ബദാം അല്ലെങ്കിൽ അക്രൂട്ട് അല്ലെങ്കിൽ നല്ല നിറയെ ഫ്രൂട്ട്സ്, നിറയെ ഗ്ലൂക്കോസ് നമുക്ക് കിട്ടുന്ന ഫ്രൂട്ട്സ് ആയിട്ടുള്ള രീതിയിലുള്ളതായിരിക്കുന്ന ആഹാരങ്ങൾ, ഇങ്ങനെയുള്ളതായിരിക്കുന്ന മുളപ്പിച്ച പയറുവർഗ്ഗങ്ങൾ, ഇങ്ങനെയുള്ള ഐറ്റംസ് നമ്മൾ കൂടുതൽ കഴിക്കുകയും സ്റ്റാർച്ച് റിച്ച് ആയിരിക്കുന്നതായിട്ടുള്ള ആഹാരം കുറച്ച് കുറയ്ക്കുകയും ചെയ്യുന്നത് നല്ലതാണ്. അപ്പം അതുകൊണ്ട് ഈ ആഹാരക്രമത്തിലും നമ്മൾ ശ്രദ്ധിക്കണം. കുറച്ചൊക്കെ നമ്മുടെ ശരീരത്തിനും കൂടെ നോക്കിയാലല്ലേ ഇതിന് നമുക്ക് സപ്പോർട്ട് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ഒരു കാറിന് സമയാസമയം സർവീസ് കൊടുക്കുമെങ്കിൽ മാത്രമാണ് ലോങ് റണ്ണിൽ കാറ് നമ്മളെ സപ്പോർട്ട് ചെയ്യുള്ളൂ. അതുപോലെ തന്നെ ഈ ശരീരത്തിന് വേണ്ട സാധനങ്ങൾ കൊടുക്കാൻ നമ്മൾ ശ്രദ്ധിച്ചാൽ മാത്രമാണ് ഇതിന് വേണ്ട സമയത്ത് എക്സ്ട്രാ എനർജി നമുക്ക് തരാൻ സാധിക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇതിലൊന്നും നമ്മൾ എക്സ്ക്യൂസ് പറയരുത്. കാരണം നമുക്ക് വേണ്ടി, നിങ്ങൾക്ക് വേണ്ടി ആഹാരം കഴിക്കാൻ വേറൊരാളെ കൊണ്ട് പറ്റില്ല, നിങ്ങൾക്ക് വേണ്ടി നല്ല ഫുഡിനെ കഴിക്കാൻ വേറൊരാളെ കൊണ്ട് പറ്റില്ല, നിങ്ങൾക്ക് വേണ്ടി മെഡിറ്റേറ്റ് ചെയ്യാൻ ആർക്കും പറ്റില്ല. സമയം ഉണ്ടാക്കേണ്ടത് നമ്മൾ തന്നെയാണ്. ഉണ്ടാക്കാമെങ്കിൽ ആർക്കും സമയത്ത് മാനേജ് ചെയ്യാനും പറ്റുന്നതേ ഉള്ളൂ. അത് പറ്റാത്ത ആരും ഇല്ല എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പാണ്. അതുകൊണ്ട് നല്ല മാർക്ക് വേണമെങ്കിൽ അതിന് വേണ്ടതായിട്ടുള്ള ഫൗണ്ടേഷൻ, അതിന് വേണ്ടതായിട്ടുള്ള ബേസ് നമ്മൾ തയ്യാറാക്കിയല്ലേ പറ്റൂ. അതുകൊണ്ട് ഇതൊക്കെ ഒരു ബേസിക്കായിട്ട് നമ്മൾ ചെയ്തിരിക്കേണ്ട കാര്യങ്ങളാണ്. നിങ്ങൾ പഠിക്കാൻ പോകുന്നേക്കാൾ മുന്നേ നന്നായിട്ടൊരു പാട്ട് വെച്ചിട്ടൊരു ഡാൻസ് കളിച്ചിട്ടിരുന്ന് പഠിക്കുകയാണെങ്കിൽ ഇരട്ടി ഫ്രഷ് ആയിരിക്കും. കാരണം ആ സമയത്ത് നന്നായി ബ്ലഡ് സർക്കുലേഷൻ തലയിലേക്ക് വരുമല്ലോ. അത് നമ്മൾ നന്നായിട്ട് പഠിക്കാൻ വേണ്ടി സഹായിക്കും. ഇത് കൊച്ചു കൊച്ചു കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. പിന്നെ വലിയ വലിയ
കാര്യം നമ്മൾ ശ്രദ്ധിക്കണം എന്ന് വെച്ചാൽ, ഒന്നാമത് പഠനത്തിൽ നമ്മുടെ ശ്രദ്ധയാണ്. ഒരു ദിവസത്തിൽ ഞാനൊരു ലക്ഷ്യം വെച്ച് പഠിക്കുന്നുണ്ട്, എനിക്കിങ്ങനെ ഒരു പൊസിഷനിലേക്ക് വേണ്ടതായിട്ടുള്ള എക്സാം പാസ്സാവണം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ദിവസത്തിൽ കുറച്ച് സമയമെങ്കിലും, ഏറ്റവും ചുരുങ്ങിയത് അരമണിക്കൂറെങ്കിലും എല്ലാ ദിവസവും പഠിക്കുന്ന ഒരു ശീലം കൊണ്ടുവരണം. ബുക്ക് തൊട്ടിട്ട് കാലങ്ങളായി പോയ ഒരാൾ ബുക്ക് എടുക്കുമ്പോഴേക്കും ചിലപ്പോൾ ഉറക്കം വരും. നമ്മുടെ ബ്രെയിൻ ആ പഠിക്കുക എന്നുള്ള ശീലം ഇല്ലാതാവും. അതിന് കോൺസെൻട്രേഷൻ ചെയ്യുന്നതായിട്ടുള്ള ബുക്കിലേക്ക് ശ്രദ്ധ ഏകാഗ്രമാക്കുന്നതായിട്ടുള്ള സ്വഭാവം ഇല്ലാതാവും. അപ്പോൾ അവർക്ക് പഠിക്കാൻ പ്രയാസമാവും. അപ്പോൾ പരീക്ഷ അനുബന്ധമായിട്ട് മാത്രം പഠിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പഠനം ഒരു ഹെവി ടാസ്ക് ആയിട്ട് മാറാറുണ്ട്. അതുകൊണ്ട് എല്ലാ ദിവസവും കുറച്ച് സമയം പഠിക്കുക എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ശൈലിയാക്കി മാറ്റിക്കഴിഞ്ഞാൽ അതും നമുക്ക് തന്നെത്താൻ ഉറങ്ങാൻ പോണേക്കാൾ മുന്നേ 10 മിനിറ്റ് പഠിച്ചു, അപ്പോഴും ബ്രെയിനിൽ ആ പഠിക്കുക എന്നുള്ളതായിട്ടുള്ള സംസ്കാരത്തെ ആക്റ്റീവ് ആക്കാം. ആ ന്യൂറോൺ പാത്വേ ആക്റ്റീവ് ആക്കി റെഡിയാക്കി വെച്ച് ഉറങ്ങുന്നു. അപ്പോൾ എപ്പോൾ പഠിക്കാൻ തുടങ്ങുമ്പോഴും കൂടുതൽ സമയം നിങ്ങൾക്ക് ഏകാഗ്രമായി പഠിക്കാൻ വേണ്ടി ഇതൊക്കെ നിങ്ങളെ സഹായിക്കും. ഇതൊക്കെ ശ്രദ്ധിക്കേണ്ട ഘടകങ്ങളാണ്. പിന്നെ നന്നായി പഠിച്ചു, റെഡിയായി, പരീക്ഷയുടെ സമയം എത്തിയിരിക്കുന്നു. ആ പരീക്ഷയിൽ പാസ്സാവാനതായിട്ടുള്ള അവസാന തയ്യാറെടുപ്പ് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഒന്ന്, ഡെയിലി നമ്മൾ മെഡിറ്റേഷനിൽ വിഷ്വലൈസ് ചെയ്യണം കേട്ടോ. നിങ്ങൾക്ക് ഏത് ജോലിയാണോ വേണ്ടേ എന്ന് ചിലർത്ത് ഏതെങ്കിലും ഒരു നല്ല ജോലി ചെയ്യുന്നു എന്നല്ല വിഷ്വലൈസ് ചെയ്യേണ്ടത്. ഫോർ എക്സാമ്പിൾ, എനിക്ക് ഒരു ഗവൺമെൻറ് ഓഫീസിലൊരു ജോലി വേണം, ഞാൻ ആഗ്രഹിക്കുന്നു ഒരു ഗവൺമെൻറ് ജോബ്. ആ ഗവൺമെൻറ് ജോബ് എന്ന് മാത്രം ഞാൻ കണ്ടാൽ പോരാ, അത് LDC ആണോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ആണെങ്കിലും ഇന്ന പോസ്റ്റാണെന്നും ഇന്ന ഓഫീസിൽ ഇന്ന വർക്കാണ് ഞാൻ ചെയ്യുന്നത് എന്ന് പോലും നമ്മളതിനെ പെർഫെക്റ്റായിട്ട് വിശകലനം ചെയ്തെടുത്തിട്ടുണ്ടായിരിക്കണം. അപ്പോഴേ നമുക്കതിനുള്ള ഫീലിംഗ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഈ ഫീലിംഗ് ക്രിയേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിച്ചാൽ നമ്മുടെ ഉള്ളിലിരിക്കുന്നതായിരിക്കും ഉപബോധ മനസ്സ് അതിന് വേണ്ട എല്ലാ സാഹചര്യങ്ങളും ഒരുക്കും എന്നതിൽ യാതൊരു സംശയവുമില്ല. ആ ഫീലിംഗ് ക്രിയേറ്റ് ചെയ്യാനാണ് അത് വിഷ്വലൈസ് ചെയ്യാനും ആ സ്ഥലത്തിരുന്ന് ആ ജോലി ചെയ്യുന്നതും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആ ജോലി ചെയ്യുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന മാനസികമായിരിക്കുന്ന ആനന്ദം ഇതൊക്കെ ഫീൽ ചെയ്യാൻ വേണ്ടി പറയുന്നത്. പിന്നെ ചെയ്യേണ്ട അവസാനത്തെ തയ്യാറെടുപ്പ്, നിങ്ങൾ ഒരുവിധമൊക്കെ നന്നായി പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ പരീക്ഷയ്ക്ക് വേണ്ടതായിട്ടുള്ള മുൻ വർഷങ്ങളിൽ ഒരു 2-3 പേപ്പർ എടുക്കുക. എന്നിട്ട് ഇന്ന് എക്സാം ആണ് എന്ന് നിശ്ചയിക്കുക. എക്സാം ഹാളിൽ മൊബൈൽ കൊണ്ടുപോകാറില്ല, ആരെങ്കിലും വിളിച്ചാൽ വിളി കേൾക്കാറില്ല, ആരും നമ്മളെ വിളിക്കാറില്ല, ആരും വന്ന് ആ കാര്യം ഈ കാര്യങ്ങളോട് സംസാരിക്കാൻ വരാറില്ല. എങ്ങനെയാണോ എക്സാം ഹാളിൽ നിങ്ങൾ പരീക്ഷ എഴുതുന്നത് അതേപോലെ തന്നെ വീട്ടിലൊരു മുറിനെ എക്സാം ഹാളായിട്ട് സെറ്റ് ചെയ്യുക. ആ ക്വസ്റ്റ്യൻ പേപ്പറിനെ അപ്പം മാത്രം നമ്മൾ എടുക്കുക, നമ്മുടെ മുന്നിൽ വെക്കുക. എങ്ങനെ ഏത് രീതിയിൽ എത്ര ടൈമിൻ്റെ ഉള്ളിൽ എങ്ങനെ പരീക്ഷ എഴുതുന്നു ആ ഹാളിലിരുന്ന് അതേപോലെ ഞാൻ പരീക്ഷാ ഹാളിൽ പരീക്ഷ എഴുതുകയാണ് എന്നുള്ള ഭാവത്തിൽ ആ പരീക്ഷ എഴുതിയേക്കുക. എഴുതിയിട്ട് നിങ്ങൾക്ക് എത്ര മാർക്കാണോ കിട്ടുന്നതിന് അതിന് വളരെ കൃത്യമായിട്ട് ഒരു ഓറലി അതിന് വാല്യൂ ചെയ്യരുത്. എങ്ങനെയാണോ നിങ്ങൾക്ക് എക്സാം കഴിഞ്ഞ് നിങ്ങൾക്ക് ജോലി തരാൻ വേണ്ടി ആ പരീക്ഷാ പേപ്പറിനെ എങ്ങനെയാണോ നോക്കുന്നത് അതുപോലെ തന്നെ അതിനെ നോക്കുകയും ചെയ്യുക. എന്നിട്ട് അത് നോക്കിക്കഴിഞ്ഞ ശേഷം മാർക്ക് കൊടുക്കുക. ഒരു പക്ഷേ നിങ്ങൾക്ക് 50% കിട്ടിയിട്ടുള്ളൂ, 50% പോയി എന്ന് വിചാരിച്ചോളൂ. ഒട്ടും വിഷമിക്കേണ്ടത് സെയിം പേപ്പർ വീണ്ടും പഠിക്കുക. രണ്ടാമത് അതേ പേപ്പർ നമ്മൾ അറ്റൻഡ് ചെയ്യുമ്പോഴേക്കും കുറേയും കൂടി നല്ല മാർക്ക് വാങ്ങാൻ നമുക്ക് സാധിക്കും. അങ്ങനെ ഒരൊറ്റ പേപ്പറിൽ 100 മാർക്ക് 100% എന്ന് വെച്ചാൽ അർത്ഥം എല്ലാം കറക്റ്റാവുന്ന രീതിയിൽ 2-3 പ്രാവശ്യം ഒരേ പേപ്പർ എഴുതി കഴിഞ്ഞ് നിങ്ങൾ അതിന് 100 മാർക്ക് വാങ്ങുമ്പോഴത്തേക്കും നമുക്കറിഞ്ഞൂടല്ലോ നമ്മുടെ ഉപബോധ മനസ്സിനുള്ളിൽ നിങ്ങൾക്ക് 100 മാർക്ക് വാങ്ങിയതിൻ്റെ ആ ഒരു കോൺഫിഡൻസ്, ആ ഒരു ഹാപ്പിനെസ് ഒക്കെ നിങ്ങളെ ഇനി എന്തായാലും എനിക്ക് ജയിക്കാൻ പറ്റും എന്ന ഒരു ഹൈ ലെവൽ കോൺഫിഡൻസ് നമ്മൾ ഡെവലപ്പ് ചെയ്യും. അതൊരു പേപ്പറിലല്ല 2-3 പേപ്പർ ഈ രീതിയിൽ പലതവണ എക്സാം എഴുതി പഠിച്ച കാര്യത്തിനെ പ്രസൻറ്റ് ചെയ്യാൻ വേണ്ടി നമ്മുടെ ഉപബോധ മനസ്സുകൾ തയ്യാറായിക്കൊണ്ടാണ് നിങ്ങൾ പരീക്ഷയ്ക്ക് പോകുന്നതെങ്കിൽ ഉറപ്പാണ് ആ ഒരു പ്രാവശ്യം എഴുതിയാൽ നിങ്ങൾക്ക് ജോലി നിർബന്ധമായിട്ടും കിട്ടിയിട്ടുണ്ടായിരിക്കും. അതുകൊണ്ട് ഇത് ചെയ്യാൻ പറ്റുന്ന വേറെ ആരുടെയും സപ്പോർട്ട് വേണ്ട. എനിക്ക് വേണം എന്ന് നിശ്ചയിക്കുന്നുണ്ടെങ്കിൽ അത് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമേ ഉള്ളൂ. അഥവാ ഇനി കുഞ്ഞു മക്കളുള്ള അമ്മമാരാണെങ്കിലോ ആ പരീക്ഷാ ഹാളിലേക്ക് പരീക്ഷ എഴുതാൻ പോവുക എന്ന് വിചാരിച്ച് ഏതെങ്കിലും ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോവുക, അവിടെ പോയി ഇരുന്നിട്ട് പരീക്ഷ എഴുതുക. എന്നാലും എക്സ്ക്യൂസ് പറയരുത്. കാരണം ഒഴിവുകഴിവുകളും വിജയവും ഒരിക്കലും ഒന്നിക്കാറില്ല. ഒഴിവുകഴിവിനെ മാറ്റണം എന്ന് വിചാരിച്ചാൽ നമ്മൾ മാറ്റിയിരിക്കും. ICUയിൽ കിടക്കുകയാണെങ്കിൽ എന്ത് കാര്യവും മാറ്റി വയ്ക്കില്ലേ? ഒരാൾ നമ്മുടെ വേണ്ടപ്പെട്ട ഒരാൾ ഹോസ്പിറ്റലിൽ കിടക്കുകയാണ്, പോയേ പറ്റുമെങ്കിൽ എല്ലാ കാര്യങ്ങളും മാറ്റി വയ്ക്കില്ലേ? അത്രയും ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടാണ് നിങ്ങൾ പഠിക്കുന്നതെങ്കിൽ ഒറ്റ പ്രാവശ്യം പരീക്ഷ എഴുതിയാൽ നിങ്ങൾക്ക് ആ വിചാരിച്ച ജോലി നേടാനായിട്ട് സാധിക്കുന്നതേ ഉള്ളൂ. അതുകൊണ്ട് ഈ എല്ലാ കാര്യങ്ങളും ഒന്നിപ്പിക്കണം, നന്നായി പഠിക്കണം, വിഷ്വലൈസ് ചെയ്യണം, മെഡിറ്റേഷൻ ചെയ്യണം, നമ്മുടെ ബ്രെയിനിന് സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ളതായിട്ടുള്ള ഫുഡ് കഴിക്കണം. ലാസ്റ്റ് തയ്യാറെടുപ്പ് ഈ മോക്ക് ടെസ്റ്റ് എഴുതിയിട്ട് പോകണം. പിന്നെ ഭഗവാന്റെ അടുത്ത് പൂർണ്ണമായി മനസ്സുകൊണ്ട് സമർപ്പിക്കുക. എൻ്റെ എല്ലാം ഞാൻ ചെയ്തിരിക്കുന്നു, ഇനി നീ എൻ്റെ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്ത് തന്നതിന് താങ്ക്സും പറയുക. എന്നാൽ പക്ക ആ ജോലി നിങ്ങൾക്കുള്ളതാണ്. അതുകൊണ്ട് ഇഷ്ടപ്പെട്ട ജോലി നേടാൻ നിങ്ങൾക്കെല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ഞാൻ ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു. ഓം ശാന്തി.
ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യൂ. ഒപ്പം ഞങ്ങളുടെ ഫേസ്ബുക്ക്, ട്വിറ്റർ, ഇൻസ്റ്റാഗ്രാം പേജുകൾ ഫോളോ ചെയ്യൂ. നന്ദി.